നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് എന്താ സംഭവിച്ചത്? എനിക്കെന്ത് പ്രശ്നം? ഞാനൊരു പ്രൊഫഷൻ ആയിരുന്നില്ലേ, അത് നിങ്ങളോടൊന്നും പറഞ്ഞ് അംഗീകരിക്കില്ല. അത് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനങ്ങ് പോയി. ഷൂട്ടിങ്ങിനിടയിൽ തലചുറ്റിയൊന്ന് വീണു. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഹരിയേട്ടൻ അവിടെ വരെ വന്നൊന്ന് ബുദ്ധിമുട്ടി എന്നുള്ളത് സത്യം. അതിന്റെ കണക്ക് പറയാനാണോ വന്നിരിക്കുന്നത്? ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ വീട്ടുകാർ വന്ന് തിരിച്ചു പോയപ്പോ വിഷമമായി കാണുമല്ലേ? വിഷമമായി. അത് വേണുവിന്റെ കുടുംബത്തെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛനെ ഓർത്തിട്ടാ, എന്റെ അമ്മാവനെ ഓർത്തിട്ട്. ആ സാധു മനുഷ്യനെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാടി തോന്നിയത്? ഓ, സ്വന്തം ജോലി അച്ഛനോട് പറയാത്ത എത്രയോ പേര് നാട്ടിലുണ്ട്. സ്വന്തം ജോലി പറയാത്തവരുണ്ടാവും, പക്ഷേ വയറ്റിൽ ഒരു കുഞ്ഞു കിടക്കുന്ന കാര്യം നീ മറച്ചു വെച്ചു. നീ എന്താ കരുതിയത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി നീ കാണിക്കുന്ന ക്ഷീണത്തിന്റെ ഓക്കാനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. നീ മിടുക്കിയ, പക്ഷെ ഇത്രത്തോളം മിടുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരാ ഇതിന്റെ ഉത്തരവാദി? ചോദിച്ച കേട്ടില്ലേ? ആരാ ഇതിന്റെ ഉത്തരവാദി എന്ന്? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ ശമ്പളം തന്ന് നിർത്തിയിരിക്കുമല്ലേ ഇവിടെ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ നാണക്കേട് മുഴുവൻ ചുമന്ന് നിൽക്കുമ്പോഴും നിന്റെ നാവിന്റെ ബലത്തിന് ഒരു കുറവുമില്ലല്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഞാൻ എന്റെ അമ്മാവനെ. ആ മനുഷ്യന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു ആഘാതം നീ കാരണം ഉണ്ടായാല് പാടത്ത് വളം ഇടുന്നതിന്റെ കൂടെ കുഴിച്ചു മൂടുന്നില്ല ഞാൻ. മനുഷ്യന്റെ രൂപം പോരടി, മനുഷ്യന്റെ മനസ്സും കൂടി വേണം. കേട്ടറി? ചേച്ചിയാ വിളിക്കുന്നത്. ഇങ്ങിട്ടാ ഒന്ന് ഞെട്ടിക്കാം നമുക്ക്. ഹലോ, നീ ഇത് എവിടെയാടി? സംസാരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അയ്യോ, അമ്മയാണോ? ശ്രുതിയുടെ ഫോൺ എങ്ങനെയാ അമ്മയുടെ കയ്യില്? മോള് വിളിച്ചത് എന്റെ നമ്പറിലല്ലേ? അല്ല, ഞാൻ അവളുടെ നമ്പറിലേക്ക് തന്നെയാ വിളിച്ചേ. അതെങ്ങനെയാ മാറി വരുന്നേ? ഇപ്പൊ എന്താ പ്രശ്നം? അനിയത്തെ കാണാതായോ? ആ, അവൾ ഈ സമയമായിട്ടും കാണാത്തതുകൊണ്ട്. ചേച്ചി, ഞാനിവിടെ അമ്മയുടെ അടുത്തുണ്ട്. അമ്മേ, ഇവളിതെങ്ങനെയാ അവിടെ എത്തിയേ? അവളിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ഞങ്ങള് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ശ്രുതി മോളെ ഇന്ന് അങ്ങോട്ട് അയക്കണോ? വേണം. അവളെങ്ങനെയാ അവിടെ തങ്ങുന്നേ? ഇവിടെ തങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ആ, ഞാൻ അമ്മയുടെ അടുത്ത് അധികം ഇരിക്കുന്നത് പിടിക്കുന്നില്ല അല്ലേ? അമ്മേ, അവളോട് നിങ്ങൾ വരാൻ പറ. ശരി, ഇവളെ ഇപ്പൊ തന്നെ വിട്ടേക്കാം മോളെ. വരുമ്പോ വിശേഷങ്ങളൊക്കെ മോള് തന്നെ ചോദിച്ചാ മതി. വേഗം വരാൻ പറ അവളോട്. തനിച്ച് ഇത്രയും ദൂരം പോരണ്ടേ? അതിനെക്കുറിച്ച് ഓർത്ത് മോള് പേടിക്കണ്ട. നല്ല സെക്യൂരിറ്റിയോട് കൂടിയേ ഇവളെ നമ്മൾ അയക്കൂ. അല്ലെങ്കിൽ തന്നെ ഇവൾക്കങ്ങനെ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല തന്റേടുള്ള കുട്ടിയാ. എന്നാ ശരി അമ്മേ. ശരി. മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയി. എന്നാ പിന്നെ മോൾ ഇറങ്ങാൻ നോക്ക്. ഞാൻ ജീവനോട് പറയാം മോളെ കൊണ്ടുവിടാൻ. അയ്യോ വേണ്ട ആന്റി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ജീവൻ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം. അതാവുമ്പോ കുറച്ചും കൂടി സംസാരിക്കാലോ. ആരെ കണ്ടാലും സൽക്കാരം അമ്മയ്ക്ക്. വന്ന് കയറിയവള് പോവാനിറങ്ങിയ പിന്നെ പിടിച്ചിരുന്നതിനാ. അയ്യാ, നിത്യ മാഡത്തോടെ സിസ്റ്റർ താനെ. അപ്പൊ അവര് നമ്മളെ ഫാമിലി താ സാർ. എടാ, അവള് നിത്യ പോലൊന്നും അല്ല, വേറൊരു ടൈപ്പാ. എന്നാ സാർ, ഇത്രയും കാലം നിത്യ മാഡം ശരിയല്ലെന്ന് ചൊല്ലിയിട്ടിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി അന്ത സിന്ന പൊണ്ണ്.
അത് എന്നാ പാവം പൊണ്ണിയാച്ചി സാറ്. എടാ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷനും ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും. എന്നാ ഇൻവെസ്റ്റിഗേഷനാ? അന്ന് പൊണ്ണെന്നാ പോലീസാ സാർ? എന്റെ ശരവണ, എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാൽ നിന്നെ പോലൊരു മര കഴുതിയാണല്ലോടാ എന്റെ കൂടെ ഉള്ളത്. മോനെ, നേരെ ഒരുപാട് വൈകി. തനിച്ചു പൊയ്ക്കോളാന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ലല്ലോ. നീ കൊണ്ടുപോയി വിട്ടിട്ട് വാ. ശരവണം കൊണ്ടുവിടാമേ. അതെന്ത് മര്യാദകേടാടാ. എടാ, നിന്റെ അനുജത്തെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടുവിടേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? അതൊന്നും ശരിയാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരാനാണ്. എന്ത് കോള് വന്നാ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് നീ സംസാരിച്ചോ. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നെ കൊണ്ടുപോയി വിടാൻ ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏട്ടൻ വരണ്ട. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ അവൻ വെറുതെ പറയുന്നതല്ലേ. അല്ല മോളെ, ഈ സാധാരണ ഭാര്യയുടെ അനുജത്തിയോടും ബന്ധുക്കളോടും ഒക്കെ താനൊരു ഗൗരവക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ചിലര് ശ്രമിക്കും. ഇത് അത്രയേ ഉള്ളൂ. എടാ, നീ കൊണ്ടുപോയി വിടുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പൊക്കോളാം. എന്നാ നീ പോയി കാറിന്റെ ചാവി എടുത്തിട്ട് വാ. ഇവളൊക്കെ ഏത് നേരത്താണോ? മോളെ, നിത്യ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായാലും വന്നു കഴിഞ്ഞതിന് ശേഷമായാലും സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അല്ലേ രഘുവേട്ട? ഞാൻ വന്നോളാം. ദേ, ശ്രുതിയെ പോലെ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് കയറുന്ന വളരെ നല്ലതാ. വീടിന് മൊത്തത്തിൽ ഒരു അനക്കം വെച്ചിട്ടുണ്ട്. താങ്ക്സ് അങ്കിൾ. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? പിന്നെ ഭയങ്കര കുഴപ്പമുണ്ടാക്കി. ഇയാടെ ചെക്കനെ ഞാൻ പിടിച്ച് തിന്നാലോന്ന് ആലോചിച്ച. പിന്നെ പാവം തോന്നിട്ട് വെറുതെ വിട്ടു. നീ അങ്ങനെ നിഷ്കളങ്കയാവൊന്നും വേണ്ട. ചെന്ന് കയറിയിട്ട് ആ കുടുംബം ബാക്കിയുണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, അതൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സംസാരിക്കാന്ന് പറഞ്ഞ തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരുന്നു. എന്നിട്ട് എന്തു തോന്നി നിനക്ക്? എന്തു തോന്നിയെന്ന് ചോദിച്ചാല് കുറച്ച് കുഴപ്പമാണല്ലോ മോളെ. എന്തുപറ്റി? ഒരു ചോദ്യത്തിനും നേരെ ചൊവ്വ ഉത്തരം പറഞ്ഞില്ല. ഉത്തരത്തിലൊക്കെ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തേനെ. കുഴപ്പത്തിലേക്കൊന്നും പോവരുതേ. കുഴപ്പത്തിലേക്ക് പോവാണ്ടിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ചേച്ചി ശരിക്കൊന്ന് എന്നോട് പറഞ്ഞേ, ഉള്ളി തട്ടി ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അയാളുടെ അടുത്ത്? ബുദ്ധിമുട്ടാ? ചേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, മറ്റുള്ളവരുടെ ബാധ്യതകളല്ല നമ്മുടെ കഴുത്തി താലിയായിട്ട് വീഴേണ്ടത്. ലൈഫ് നമ്മുടേതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.